ഹായ് ഓൾ, വെൽക്കം ടു ഡോറാമൂൺ 333 യൂട്യൂബ് ചാനൽ. നമ്മുടെ പൈപ്പ് ക്ലീനർ ക്രാഫ്റ്റ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ ലാവൻഡർ ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഈ ലാവൻഡർ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന്. അപ്പം ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 ലാവൻഡർ കളർ പൈപ്പ് ക്ലീനേഴ്സും അതുപോലെ ഒരു ഗ്രീൻ കളർ പൈപ്പ് ക്ലീനറുമാണ് വേണ്ടത്. ഒരു ഗ്രീൻ വയർ വേണം, നമുക്ക് പ്ലാന്റിൻ്റെ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്യാൻ. പിന്നെ ഗ്രീൻ ടേപ്പ് വേണം സ്റ്റെമ്മിൽ ചുറ്റാൻ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഗ്ലൂ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ട്യൂബിലുള്ള ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കുഴപ്പമില്ല, പക്ഷേ ഇത് ഗ്ലൂ ഗണ്ട് അത്രയും ഫാസ്റ്റായിട്ട് ഉണങ്ങത്തില്ല. ഗ്ലൂ ഗണ്ട് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒട്ടിപ്പിടിക്കും, പക്ഷേ ഇത് അത്ര ഫാസ്റ്റ് അല്ല, കുറച്ച് ടൈം എടുക്കും. പിന്നെ ഈ ലാവൻഡർ ഫ്ലവറിന് ഗ്ലൂ ആക്ച്വലി ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ സ്റ്റെം ഒട്ടിക്കാൻ വേണ്ടി വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ആ ഗ്രീൻ സ്റ്റെം എടുക്കണം, ഗ്രീൻ സ്റ്റെം വയർ എടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ലാവൻഡർ പൈപ്പ് ക്ലീനർ ഇങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ സ്റ്റെമ്മിലേക്ക് ചുറ്റാനാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒട്ടും ഗ്യാപ്പ് വിടാതെ അടുപ്പിച്ച് സ്പേസ് മാക്സിമം വിടാതിരിക്കാൻ നോക്കുക. അങ്ങനെ അടുപ്പിച്ചതാ ഇങ്ങനെ ചുറ്റി കൊടുക്കുക ആ സ്റ്റെമ്മിൽ, ഗ്രീൻ സ്റ്റെമ്മിലേക്ക് ഫുള്ള്. ഈ എൻഡിൽ കണ്ടോ, നമ്മൾ ആദ്യം ഫസ്റ്റ് എൻഡിലൊരു ചെറിയൊരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റും ഒരു ചെറിയൊരു പീസ് വെക്കണം. സോ അങ്ങനെ ചുറ്റിയെടുക്കുക, ഗ്യാപ്പ് വിടാതെ അടുപ്പിച്ച് ചുറ്റിയെടുക്കുക. ഓക്കെ, ഇപ്പോൾ വേണ്ട സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു ചെറിയൊരു തുമ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് അടുപ്പിക്കുക. ഓക്കെ, മാക്സിമം ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് ചെറുതാക്കാൻ നോക്കുക. ഓക്കെ, ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു എൻഡ് വഴി, വയറിൻ്റെ ഒരു എൻഡ് വഴി ഇങ്ങനെ വലിച്ചൂരിയെടുക്കുക. സോ ഇങ്ങനെ ഒരു പീസ് നമുക്ക് റെഡിയായി. ഇതുപോലെ സിമിലർലി ഒരു പീസും കൂടെ നമ്മൾ ചെയ്തെടുക്കണം. ഇങ്ങനെ 2 പീസാണ് വേണ്ടത്. സോ 2 ലാവൻഡർ പൈപ്പ് ക്ലീനറും ഒരു പച്ച പൈപ്പ് ക്ലീനറും മാത്രം മതി നമുക്ക് ഈ ഒരു ലാവൻഡർ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി, അതിൻ്റെ ലീവ്സും വെക്കാൻ. സിമിലർലി നമ്മൾ രണ്ടാമത്തെ ലാവൻഡർ കളർ പൈപ്പ് ക്ലീനറും ഇതുപോലെ ചുറ്റിയെടുക്കുക. പിന്നെ ചുറ്റിയതിന് ശേഷം സ്ക്വീസ് ചെയ്യുക, വയറിനതിന് വലിച്ചൂരി എടുക്കുക. അങ്ങനെ നമുക്ക് 2 പീസസ് റെഡിയാവും. നമ്മുടെ കയ്യിൽ ലാവൻഡർ കളർ 2 പീസസ് ഇങ്ങനെ റെഡിയാവും. ഇനി നമ്മൾ ഈ 2 ലാവൻഡർ പീസസും എടുത്ത് അടുത്തിങ്ങനെ ഒരുമിച്ച് വെക്കുക. ഒരേ അളവിലാണ് ഇത് വരുന്നത്. ഇനി അതിൻ്റെ എൻസിൽ കുറച്ച് നമ്മൾ 2 എൻസിലും സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഒരു ചെറിയൊരു നീട്ടി ഇങ്ങനെ ഇട്ടായിരുന്നു. ആ നീട്ടിയിട്ട് ഒന്ന് വലിച്ചൊന്ന് നേരെയാക്കുക. ചെരിഞ്ഞും വളഞ്ഞൊക്കെ ഇരിക്കണം, അത് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെക്കുക. ടോപ്പിലും എൻഡിലുമുള്ള ഒരു എൻസ് രണ്ടും ഈക്വലാക്കി വെക്കുക. ഇനി രണ്ടും ജോയിൻ ചെയ്ത് 2 എൻസിൽ, ടോപ്പ് 2 എൻസിലും പിടിച്ച് താഴത്തെ 2 എൻസിലും പിടിച്ച് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അത്യാവശ്യം നല്ല ഇലോങ്ങേറ്റഡ് ആയിട്ട് വരണം. സോ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു പാറ്റേൺ പോലെ വന്നിട്ട് നല്ല ലോങ് ആവും. ഓക്കെ, സോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സിമിലർലി സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ലോങ് പീസസ് ഇപ്പോൾ കിട്ടി. ഓക്കെ, ഇനി ഈ ലോങ് ലാവൻഡർ പീസസിൽ ഒരെണ്ണം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിൽ കൂടെ നമ്മളുടെ കയ്യിലുള്ള രണ്ടാമത്തെ ലോങ് പീസ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അതും ഇൻസേർട്ട് ചെയ്ത് തിരിച്ച് ഫോൾഡ് ചെയ്യുക. സോ ലോക്കായ പോലെ ഒരു 2 സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും 2 ലാവൻഡർ പീസസ് നമ്മൾ ലോക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലാവൻഡർ പീസസിൻ്റെ മേളിലെ പീസ് താഴത്തെ പീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതിൻ്റെ ആ റോപ്പ് ഇല്ലാത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് താഴത്തെ കുറച്ച് എക്സ്റ്റെൻഡഡ് എൻഡ്സ് ഉണ്ട്, അത് വെച്ചിട്ട് പതുക്കെ ലോക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ജസ്റ്റ് കൈ വെച്ചൊന്ന് ചെയ്ത് കൊടുക്കാം, കുറച്ച് ഇലോങ്ങേറ്റഡും തിന്നായിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴെ ഇതിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലീവ്സും കൂടെ അങ്ങ് ഉണ്ടാക്കിയെടുത്തേക്കാം. അപ്പം നമ്മൾ ഒരു ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ എടുക്കുക, അത് 2ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. അതിൻ്റെ ആ ഫോൾഡ് ചെയ്ത ആ ഒരു മാർക്കിൽ വെച്ച് അത് കട്ട് ചെയ്തെടുക്കുക, 2 പീസാക്കി മാറ്റുക. ഇനി നമ്മൾ ആ ലീഫിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ്സ് ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി 2 സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, കുറച്ച് പോയിൻറ്റഡ് ഒരു ലീഫി സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സിമിലർലി മറ്റേ പീസ് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 ലീവ്സ് നമുക്ക് റെഡിയാകും. ഈ 2 ലീവ്സ് മതി നമുക്ക് ഒരു ലാവൻഡർ ഫ്ലവറിന്. ഇനി നമ്മൾ ലാവൻഡർ ഫ്ലവർ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതുണ്ടല്ലോ, അതിൻ്റെ ആ താഴത്തെ പോർഷനിൽ ഒന്നെങ്കിൽ നമുക്ക് ഗം വെച്ച് ഈ സ്റ്റെം അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇനി ഗം വെക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ ലോക്ക് ചെയ്ത് ആ താഴത്തത് ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം അഴിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ സ്റ്റെം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി. അതവിടെ ലോക്ക് ആയിരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഗ്രീൻ ടേപ്പ് എടുക്കണം. ഗ്രീൻ ടേപ്പ് എടുത്ത് ആ മേളിലെ പോർഷൻ തൊട്ട് ചുറ്റി കൊടുക്കുക. മേളിലെ പോർഷൻ തൊട്ട് ആ സ്റ്റെം വരെ നമ്മൾ നന്നായിട്ട് ചുറ്റി കൊടുക്കുക.
അതിൻ്റെ ഇടയ്ക്ക് ആ സ്റ്റെമ്മിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് ഓരോ ലീവ്സ് വെച്ചും പ്ലേസ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു ലീഫ് കൊടുക്കുക, അതിന് ശേഷം താഴോട്ട് ഒരെണ്ണവും കൂടെ. നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്ത ലീവ്സിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരു ലീഫ് സ്ട്രക്ചറൊക്കെ കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഫ്ലവർ നമുക്കൊന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്ത് കൊടുക്കാം ഒരു ഷേപ്പിന് വേണ്ടി. അപ്പോൾ നമ്മുടെ ഒരു ലാവൻഡർ ഫ്ലവറും 2 ലീവ്സും സ്റ്റെമ്മിൽ നിൽക്കുന്നത്. നല്ല ഈസിയാണ് നമുക്ക് ലാവൻഡർ ഫ്ലവർ ഉണ്ടാക്കാൻ. അത് നമുക്ക് എന്തെങ്കിലും ഒരു ഫ്ലവർ വേസോ തെർമോക്കോളിൻ്റെ എന്തെങ്കിലും കൂടെ നമുക്ക് അതിൽ ജസ്റ്റ് കുത്തി വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, കാണാൻ കൂടുതൽ ഭംഗി കാണും. സോ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലവർ മാത്രം ഉണ്ടാക്കി ലീവ്സ് വെക്കാതെ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം. സോ ഞാൻ അങ്ങനെ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും പൈപ്പ് ക്ലീനേഴ്സ് വാങ്ങി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.